നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചൊവ്വൂരിലുണ്ടായ ബസ് അപകടത്തിൽ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാള പുത്തഞ്ചിറ സ്വദേശി ഒലവക്കോട് വീട്ടിൽ 52 വയസ്സുള്ള നാസറിനെയാണ് ചേർപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റ് ആവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകി. CPM പാലിശ്ശേരി ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. സ്വകാര്യ ബസ് അമിത വേഗതയിലും അശ്രദ്ധമായും ഓടിച്ചതിനെ തുടർന്ന് ചൊവ്വൂർ ട്രാഫിക് പഞ്ചിംഗ് സ്റ്റേഷന് സമീപം അപകടമുണ്ടാവുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. ചൊവ്വൂരിലുണ്ടായ ബസ് അപകടത്തിൽ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാള പുത്തഞ്ചിറ സ്വദേശി ഒലവക്കോട് വീട്ടിൽ 52 വയസ്സുള്ള നാസറിനെയാണ് ചേർപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചേർപ്പ് ചൊവ്വൂർ ട്രാഫിക് പഞ്ചിംഗ് ബൂത്തിന് സമീപം ഇന്നലെയാണ് അപകടമുണ്ടായത്. അമിത വേഗതയിലെത്തിയ ബസ് നിയന്ത്രണം വിട്ട് സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. സംഭവത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലുണ്ടായിരുന്ന 3 സ്ത്രീകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അപകടമുണ്ടായ ഉടൻ തന്നെ ബസ് ഡ്രൈവർ നാസർ വാഹനത്തിൽ നിന്നും ഇറങ്ങിയോടി. തുടർന്ന് ചേർപ്പ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അപകടത്തിനിടയാക്കിയ ബസ്സും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റ് ആവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകി. ചേർപ്പ് യൂണിറ്റ് പ്രസിഡന്റ് ഭാഗ്യനാഥൻ, യൂണിറ്റ് ജനറൽ സെക്രട്ടറി അരുൺ, ട്രഷറർ മോഹനൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് രതീഷ്, സെക്രട്ടറി ശരത്, വൈസ് പ്രസിഡന്റ് സിനോയ്, വനിതാ വിംഗ് പ്രസിഡന്റ് ഷീല പ്രേംരാജ്, സെക്രട്ടറി ബിജി ബെന്നി എന്നിവരിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ആവശ്യ സാധനങ്ങൾ ഏറ്റുവാങ്ങി. ഗ്രാമപഞ്ചായത്തിലെ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ GVHSലും GJBSലുമായിട്ട് 500-ൽ താഴെ ആളുകളാണ് ക്യാമ്പിലുള്ളത്. നമ്മുടെ ക്യാമ്പിലെ ഭക്ഷണ സാധനങ്ങൾ ഇവിടെ ഭക്ഷണമൊക്കെ നല്ല രീതിയിൽ നടത്തി പോകുന്നുണ്ടെങ്കിൽ കൂടി കുട്ടികൾക്ക് ബിസ്ക്കറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങി കൊടുക്കുന്നതിന് കുറച്ച് പരിമിതികളും കാര്യങ്ങളും ഒരു വിഷയമുണ്ട് നമുക്ക്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്പോൺസർഷിപ്പ് കണ്ടെത്താനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞങ്ങൾ ഇടപെട്ടത് തന്നെ വ്യാപാരികളെയാണ്. ഭാഗ്യേട്ടനെ സെക്രട്ടറി വിളിച്ച് സംസാരിക്കുകയും വളരെ അടുത്ത സമയത്ത് തന്നെ, ഇന്ന് ഉച്ചയ്ക്കാണ് വിളിച്ച് സംസാരിച്ചത്, ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ക്യാമ്പിലേക്ക് വേണ്ട കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു വന്നു. അതിന് ഏറ്റവും ഭംഗിയായി, ഏറ്റവും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കളോട് എല്ലാവരോടും ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ ഭരണസമിതിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഇനിയും വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ പരമാവധി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. CPM പാലിശ്ശേരി ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. സ്വകാര്യ ബസ് അമിത വേഗതയിലും അശ്രദ്ധമായും ഓടിച്ചതിനെ തുടർന്ന് ചൊവ്വൂർ ട്രാഫിക് പഞ്ചിംഗ് സ്റ്റേഷന് സമീപം ഉണ്ടായ അപകടവും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. CPM ഏരിയ കമ്മിറ്റി അംഗം VG വനജകുമാരി, ലോക്കൽ സെക്രട്ടറി KK മോഹനൻ, ലോക്കൽ കമ്മിറ്റി അംഗം രാജൻ കോപ്പുള്ളി, TV മോഹനൻ, DYFI മേഖലാ സെക്രട്ടറി MN ശ്യാംദേവ്, പ്രസിഡന്റ് MR അരുൺ, മഹിളാ അസോസിയേഷൻ മേഖലാ സെക്രട്ടറി VR സുമ എന്നിവർ സംസാരിച്ചു. കേരള പുലയർ മഹാസഭ തൃശൂർ യൂണിയൻ കൺവെൻഷൻ നടന്നു. KPMS സംസ്ഥാന ട്രഷറർ CA ശിവൻ ഉദ്ഘാടനം ചെയ്തു. NSS ഉയർത്തുന്ന ഈ മുദ്രാവാക്യത്തിലെ ആ നിലപാടിന് എന്ത് വില കൊടുത്തും നമുക്ക് നിർത്തേ മതിയാകും. NSS പോലുള്ള സംഘടനകൾ ഉൾപ്പെടുന്ന സമുദായത്തിന് 10% സംവരണം ലഭിക്കുന്നതിന് ഒരു രക്തച്ചൊരിച്ചിലും ആവശ്യം വന്നിട്ടില്ല. ഏതെങ്കിലും ഒരു സമരം സംഘടിപ്പിച്ചിട്ടുണ്ടോ?
മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് സംവരണം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്നത് പോലെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിട്ടുണ്ടോ? അതുപോലെ തന്നെ നിരന്തരമായിട്ടുള്ള സമരങ്ങൾ നടത്തിയിട്ടുണ്ടോ? പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ടോ? യോഗങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഒന്നുമില്ല. NSS പോലുള്ള സംഘടനകൾ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ ഇനിയും കാൽച്ചുവട്ടിൽ നിർത്തുന്നതിന് വേണ്ടി, അവരെ ഇനിയും താഴെ തട്ടിൽ നിർത്തുന്നതിന് വേണ്ടി ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അതുകൊണ്ട് NSS ഉയർത്തുന്ന ജാതി വിരുദ്ധമായിട്ടുള്ള പട്ടികജാതിക്കാർക്കെതിരെയുള്ള ഈ നിലപാടിന് കേരള പുലിയർ മഹാസഭയും അതിന്റെ സഹോദര സംഘടനകളും എന്ത് വില കൊടുത്തും എതിർത്ത് തോൽപ്പിക്കുമെന്ന് നാം ഈ ഘട്ടത്തിൽ പ്രഖ്യാപിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വെച്ചത് ഈ പട്ടികജാതി സംഘടനകൾ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത് അവരെ സംബന്ധിച്ചാണ്. അവർ യാഥാർത്ഥ്യത്തോടുകൂടി ഈ വിഷയങ്ങളെ പഠിക്കുന്നില്ല. പട്ടികജാതിക്കാരുടെ വിഷയങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, പട്ടികജാതി വിഭാഗത്തിലേക്ക് പുതിയ സമുദായങ്ങളെ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച്, ആ സംഭവത്തെ സംബന്ധിച്ച് നിലവിൽ പട്ടികജാതിക്കാരായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ചിന്ത എന്താ? പെരുമ്പളിശ്ശേരി എഴുത്തച്ഛൻ സമാജം ഹാളിൽ നടന്ന കൺവെൻഷനിൽ യൂണിയൻ പ്രസിഡന്റ് KS വിമൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പ്രസിഡന്റ് KT ചന്ദ്രൻ, ജില്ലാ സെക്രട്ടറി ബാബു കാളക്കല്ല, ജില്ലാ ട്രഷറർ PC ബാബു, ഹരിദാസ് പുളിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 വിജയികളെയും സംസ്ഥാന കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട KS വിമലിനെയും ചടങ്ങിൽ ആദരിച്ചു. പുതിയ ഭാരവാഹികളെയും യോഗം തെരഞ്ഞെടുത്തു. കോടന്നൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെയും ചേർപ്പ് ആര്യ ഐ കെയറിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. 100-ലധികം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ക്ഷേത്രം പ്രസിഡന്റ് ES രാജീവ്, സെക്രട്ടറി രവീന്ദ്രൻ തെക്കൂട്ട്, ട്രഷറർ CV സുധീരൻ, കമ്മിറ്റി അംഗങ്ങളായ അനിൽ പാറയ്ക്കൽ, സജി മുരളീധരൻ, ലതാ ഗോപി, വത്സല ശിവരാമൻ, ലീല ബാബു, സിന്ധു സുധാകരൻ, ഡോക്ടർ ജോയൽ ആന്റണി, PRO ബിനൂപ് എന്നിവർ നേതൃത്വം നൽകി. അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു. ഡ്രീംസ് 80s കൂട്ടായ്മയാണ് സ്നേഹസംഗമം സംഘടിപ്പിച്ചത്. 1979-80 കാലഘട്ടത്തിൽ SSLC എഴുതിയ D ബാച്ച് വിദ്യാർത്ഥികളുടെ സംഗമത്തിന് കൂട്ടായ്മ പ്രസിഡന്റ് തുളസീദാസൻ, സെക്രട്ടറി ധന ബാലൻ, ട്രഷറർ PC രാജൻ, PD ജോൺസൺ, MR വത്സൻ, VK ദിലീപ് എന്നിവർ നേതൃത്വം നൽകി. പിന്നെ നമ്മളെല്ലാവരും ഞാനിവിടെ എല്ലാവരെയും പരിചയമുണ്ട്. കുറെ ആളുകളൊക്കെ നമ്മുടെ മനസ്സിൽ കിട്ടുമ്പോഴാണ് എല്ലാവരും ഓർമ്മ. എല്ലാവരും ഇനിയും അവസരങ്ങളിൽ വന്ന് കയറാൻ ഭർത്താക്കന്മാരും ഭാര്യമാരൊക്കെ ആയിട്ട് വരാനുള്ള അവസരം ഉണ്ടാകുന്നത്. പിന്നെ 2 മക്കളുണ്ട്. 2 മക്കളുണ്ടാകുമ്പോഴാണ്. കേരള കർഷക സംഘം വല്ലച്ചിറ മേഖലാ സമ്മേളനം നടന്നു. ചേർപ്പ് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് PK ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. അവൻ ചെയ്യുന്ന കഷ്ടപ്പാടിനാണ് ശരിയായ അവകാശം ലഭിക്കണം, ആനുകൂല്യം ലഭിക്കണം എന്ന ചിന്തയോടുകൂടി ആരും സംസാരിച്ചില്ല എന്ന് മാത്രമല്ല, അവിടെയും ചതിയുടെ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം എന്താ, ആ ജന്മികാണ് നമ്മൾ ഈ RSS കുറിച്ച് നമ്മൾ കുറച്ചുകൂടി പഠിച്ചതാണ്, കേൾക്കുന്നതാണ്. ഈ RSS എങ്ങനെയാണ് വരുന്നത്? കേരളത്തിൽ കണ്ണൂരിലാണ് അവിടെ സ്ഥാപനം, അല്ല അത് സ്ഥാപിതമാവുന്നത്. അവർ വന്നത് ജന്മികൾക്ക് പ്രൊഫഷൻ കൊടുക്കാനുള്ള കൂലിപ്പട്ടാളമായിട്ട് അവസരത്തിൽ വന്നേക്കാം. അത് ഇന്ത്യയുടെ സംസ്കാരമല്ലോ, അറിയാലോ. അവസരം വഴി ഇന്ത്യയിലെ സംസ്കാരം ഗവൺമെന്റ് പറഞ്ഞിട്ട് പറഞ്ഞത്. അപ്പൊ അത് കൊണ്ടുവന്നത് അന്നത്തെ ജന്മികൾക്ക്, പ്രത്യേകിച്ച് കണ്ണൂർ വരാൻ കാരണം ദുരിതമുള്ളവരെ കൈകാര്യം ചെയ്യാനാണ്. ഈ തെലുങ്കുകാരുടെ കാല നിങ്ങളോട് എനിക്ക് വരുന്നത് വലിയ രാജാ വല്ലച്ചിറ മേഖലാ പ്രസിഡന്റ് N മനോജ് അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം P ചന്ദ്രൻ, കർഷക സംഘം ഏരിയ വൈസ് പ്രസിഡന്റ് സ്ട്രെയിനി ചക്കോ, CPM ലോക്കൽ സെക്രട്ടറി CP ദാസൻ, സെബി പിടിയത്ത്, സോഫി ഫ്രാൻസിസ്, KM അരുൺ, PT ഷാജി, അഡ്വക്കേറ്റ് CK ശശിധരൻ എന്നിവർ സംസാരിച്ചു. വല്ലച്ചിറ ചാപ്പക്കായൽ പാടശേഖരം കോൾനിലമാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. അവതാരകനും എഴുത്തുകാരനുമായ ഹരി P നായർ രചിച്ച ഹരിഗീതം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു.
സംവിധായകൻ സത്യൻ അന്തിക്കാട് പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഹരി പി നായർ രചിച്ച 84 ഗാനങ്ങൾ അടങ്ങിയതാണ് ഹരിഗീതം. സൺഷൈൻ ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. തൃശൂർ ചേറൂർ സാഹിതിയിൽ നടന്ന പുസ്തകാസ്വാദന ചടങ്ങിൽ MD രാജേന്ദ്രൻ, ജയരാജ് വാര്യർ, K ഉണ്ണികൃഷ്ണൻ, കൃഷ്ണപ്രിയ, സെലിൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹരിഗീതത്തിലെ കവിതകളെ ആസ്പദമാക്കി സാഹിത്യ സംഗീത സംവാദവും നടന്നു. ഗായകരായ ശ്രുതി, ശൈലജ, ഗീത എന്നിവർ കവിതാലാപനവും നടത്തി. മനുഷ്യ വികാരങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വസ്തുതകളെ കവിതയാക്കി അവതരിപ്പിക്കുന്നതിൽ കവി എന്ന നിലയിൽ ഹരി ഈ പുസ്തകത്തിലൂടെ വിജയിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. ഗുരുപവനേശ്വര തിരുനട പോകുമ്പോൾ തിരി തെളിഞ്ഞിടുന്നു എൻ്റെ ഉള്ളിൽ. എല്ലാ തരത്തിലും ഹരിയുടെ സിദ്ധികൾ ധാരാളമായി വാഴ്ത്തട്ടെ. അതിൻ്റെയൊക്കെ അഭിമാനം എന്ന് പറയുന്നത് ഹരിയുടെ നാട്ടുകാരായ ഞങ്ങൾക്കാണ്. കുഞ്ഞിക്കാലടിയൊച്ച കേൾക്കുമ്പോൾ ഉള്ളം തുള്ളി തുളുമ്പുന്നു. ഇയാൾ എഴുതിയ പൂരമൊക്കെ വളരെ വ്യത്യസ്തമായ പൂരപ്പാട്ടുകളാണ്. മാത്രമല്ല ഇതിനകത്ത് ആനയില്ലേ ഉണ്ട്, അമ്പാരിയില്ലേ ഉണ്ട്, കൊട്ടുണ്ട്, പാട്ടുണ്ട്, എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഹരിഗീതം എന്ന ഞാൻ എഴുതിയ ആദ്യ പുസ്തകം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ സ്കൂളിൽ പഠിക്കുമ്പോൾ, പിന്നീട് കോളേജിൽ പഠിക്കുമ്പോൾ, പിന്നീട് ഇത്രയും കാലത്തിനിടയിൽ പലപ്പോഴായിട്ട് എഴുതി വെച്ച പാട്ടുകൾ എന്ന് പറയാം. ഈ ട്യൂണിനൊപ്പിച്ച് വരികൾ എഴുതാനുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ പലപ്പോഴായിട്ട് എഴുതിയ പാട്ടുകൾ, കവിതകൾ കമ്പൈൽ ചെയ്തിട്ടുള്ള ഒരു സമാഹാരമാണ് ഹരിഗീതം. പെരിഞ്ഞനം കൊറ്റംകുളത്ത് അടച്ചിട്ട വീട് കുത്തി തുറന്ന് മോഷണം. നിലവിളക്കുകളും ഓട്ടുരുളിയും പാത്രങ്ങളും നഷ്ടപ്പെട്ടു. കൊറ്റംകുളം കിഴക്ക് SSDP സമാജം ക്ഷേത്രത്തിനടുത്ത മാഞ്ഞോളി രവീന്ദ്രന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടുകാർ വിദേശത്താണ്. ഇന്ന് രാവിലെ ബന്ധു വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ മുൻഭാഗത്തെ വാതിൽ തകർത്ത് അകത്ത് കടന്ന മോഷ്ടാക്കൾ മുറികളിലെ അലമാരകളെല്ലാം കുത്തിത്തുറന്ന നിലയിലാണ്. സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. മുറികളിൽ സൂക്ഷിച്ചിരുന്ന നിലവിളക്കുകൾ, ഓട്ടുരുളി, അലുമിനിയ പാത്രങ്ങൾ എന്നിവയാണ് മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹം ജൂൺ 25 മുതൽ ജൂലൈ 2 വരെ നടക്കും. ഗുരുവായൂർ ക്ഷേത്രം മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് യജ്ഞം നടക്കുക. ഇളംകുന്ന് തെക്കേ കൂടാരത്തിൽ രാജപ്പന്റെ മകൻ ഉണ്ണികൃഷ്ണൻ എന്ന അരുൺ നിര്യാതനായി. 39 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9235 രൂപ, പവന് 73,880 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചൊവ്വൂരിലുണ്ടായ ബസ് അപകടത്തിൽ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാള പൊത്തഞ്ചിറ സ്വദേശി ഒലവക്കോട് വീട്ടിൽ 52 വയസ്സുള്ള നാസറിനെയാണ് ചേർപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റ് ആവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകി. CPM പാലിശ്ശേരി ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. സ്വകാര്യ ബസ് അമിത വേഗതയിലും അശ്രദ്ധമായും ഓടിച്ചതിനെ തുടർന്ന് ചൊവ്വൂർ ട്രാഫിക് പഞ്ചിംഗ് സ്റ്റേഷന് സമീപം അപകടമുണ്ടാവുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.